എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസത്തിലെ ഇതുവരെയുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും നാം ഇവിടെ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിലെ എല്ലാ കറണ്ട് അഫയേഴ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആര്? ഉത്തരം കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടിയത്. അപ്പോൾ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. അടുത്ത ചോദ്യം, കരിയർ ഗ്രാൻഡ് സ്ലാം നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം കാർലോസ് അൽക്കാരസ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതോടുകൂടി കരിയർ ഗ്രാൻഡ് സ്ലാം എന്ന നേട്ടത്തിന് കാർലോസ് അൽക്കാരസ് ഉടമയാവുകയായിരുന്നു. കരിയർ ഗ്രാൻഡ് സ്ലാം നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി കാർലോസ് അൽക്കാരസ് മാറി. അടുത്ത ചോദ്യം, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്? ഉത്തരം എലേന റൈബാക്കിന. എലേന റൈബാക്കിനെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് എലേന റൈബാക്കിന. പുരുഷ വിഭാഗം കിരീടത്തോടുകൂടി കാർലോസ് അൽക്കാരസ് കരിയർ ഗ്രാൻഡ് സ്ലാം നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെന്ന് ബഹുമതി കൂടി നേടി. നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, വിവിധ കാരണങ്ങളാൽ പഠനം മുടങ്ങിയ മുഴുവൻ പേർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഏത്? ഉത്തരം ഉല്ലാസ്. അതായത് പഠനം മുടങ്ങിയ മുഴുവൻ പേർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമാണ് ഉല്ലാസ്. അടുത്ത ചോദ്യം, ലോക സംരക്ഷണ തണ്ണീർത്തടങ്ങളുടെ റംസാർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങൾ ഏതെല്ലാം? ഉത്തരം പട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്, ചരിധണ്ട് പക്ഷി സങ്കേതം ഗുജറാത്ത്. ലോക സംരക്ഷണ തണ്ണീർത്തടങ്ങളുടെ റംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും പുതിയതായി ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള പട്ന പക്ഷി സങ്കേതവും ഗുജറാത്തിലെ കച്ചിലുള്ള ചരിധണ്ട് പക്ഷി സങ്കേതവും. അടുത്ത ചോദ്യം, പുതിയ ആദായ നികുതി നിയമം നിലവിൽ വരുന്നത് എന്ന്? ഉത്തരം 2026 ഏപ്രിൽ 1. 2026 ഏപ്രിൽ 1 പുതിയ ആദായ നികുതി നിയമം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി? ഉത്തരം കൊച്ചി. കൊച്ചിയിൽ വെച്ചാണ് 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത്. അടുത്ത ചോദ്യം, ഭൗമശാസ്ത്രത്തിനുള്ള നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? ഉത്തരം വീരഭദ്രൻ രാമനാഥൻ. ഭൗമശാസ്ത്രത്തിനുള്ള നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാണ് വീരഭദ്രൻ രാമനാഥൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? രാജ്യത്തെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? ലഡാക്കിലെ ഹൻലെ. മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആര്? യുമാൻ ഖേംചന്ദ്. മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് യുമാൻ ഖേംചന്ദ്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം കേരള സവാരി. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം കേരള സവാരി. അടുത്ത ചോദ്യം, പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര്? ശ്രീ ഗുരു രവിദാസ് മഹാരാജി വിമാനത്താവളം.
പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് ശ്രീ ഗുരു രവിദാസ് മഹാരാജ്ജി വിമാനത്താവളം. അടുത്ത ചോദ്യം, 2026 UK-യിൽ വീശിയ കൊടുങ്കാറ്റ്. ഉത്തരം ചന്ദ്ര. 2026 UK-യിൽ വീശിയ കൊടുങ്കാറ്റ്. ഉത്തരം ചന്ദ്ര. അടുത്ത ചോദ്യം, 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ തീം എന്താണ്? 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ തീം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. ഐക്യത്തോടെ ഓരോരുത്തരും പ്രത്യേകതയോടെ. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി കേസ് വാദിച്ച ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം മമതാ ബാനർജി. സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി കേസ് വാദിച്ച ആദ്യ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. സുപ്രീം കോടതി കൊളീജിയം ഭരണഘടനയുടെ ഏത് വകുപ്പ് നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് അലഹബാദ് ഹൈക്കോടതിയിൽ വിരമിച്ച 5 ജഡ്ജിമാരെ അഡ്ഹോക് ജഡ്ജിമാരായി നിയമിച്ചത്? ഉത്തരം അനുച്ഛേദം 224A. ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സുപ്രീം കോടതി കൊളീജിയം ഭരണഘടനയുടെ ഏത് വകുപ്പ് നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് അലഹബാദ് ഹൈക്കോടതിയിൽ വിരമിച്ച 5 ജഡ്ജിമാരെ അഡ്ഹോക് ജഡ്ജിമാരായി നിയമിച്ചത്? ഉത്തരം അനുച്ഛേദം 224A. അടുത്ത ചോദ്യം, പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് വിജയിച്ചത് ആര്? ഉത്തരം ആഴ്സണൽ വുമൺ FC. പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് വിജയിച്ചത് ആഴ്സണൽ വുമൺ FC. അടുത്ത ചോദ്യം, കുടുംബശ്രീ അംഗങ്ങൾക്ക് 200 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ജീവൻ ദീപം ഒരുമ. ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതിയിലാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് 200 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് നൽകുന്നത്. മനുഷ്യരുടെ സോഷ്യൽ മീഡിയയ്ക്ക് സമാനമായി AI ചാറ്റ്ബോട്ടുകളായ AI ഏജന്റുമാർക്കുള്ള സോഷ്യൽ മീഡിയ ഏതാണ്? ഉത്തരം മോൾട്ട് ബുക്ക്. മനുഷ്യരുടെ സോഷ്യൽ മീഡിയയ്ക്ക് സമാനമായി AI ചാറ്റ്ബോട്ടുകളായ AI ഏജന്റുമാർക്കുള്ള സോഷ്യൽ മീഡിയ ഏതാണ്? ഉത്തരം മോൾട്ട് ബുക്ക്. അടുത്തത്, 2026 വിന്റർ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന രാജ്യം. 2026 വിന്റർ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ഇറ്റലി. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാകുന്നത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അടുത്ത ചോദ്യം, വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് 2026 നടന്ന നഗരം? ഉത്തരം ദുബായ്. ദുബായിൽ വെച്ചാണ് വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് 2026 നടന്നത്. അടുത്ത ചോദ്യം, അടുത്തിടെ കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകൾ? ഉത്തരം മീറ്റ് പോയിന്റ്. അടുത്തിടെ കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകളുടെ പേരാണ് മീറ്റ് പോയിന്റ്. അടുത്ത ചോദ്യം, ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം? ആർട്ടമിസ്. ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിന്റെ പേരാണ്? ഉത്തരം ആർട്ടമിസ്. അടുത്ത ചോദ്യം, രാജ്യാന്തര യോഗ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? ഉത്തരം കണ്ണൂർ. രാജ്യാന്തര യോഗ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് കണ്ണൂരിലാണ്. അടുത്ത ചോദ്യം, നവോത്ഥാന നായകനായ അയ്യ വൈകുണ്ഠസ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിക്കുന്നത് എവിടെ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വഞ്ചിയൂർ. നവോത്ഥാന നായകനായ അയ്യ വൈകുണ്ഠസ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിക്കുന്നത്? ഉത്തരം വഞ്ചിയൂർ. അടുത്ത ചോദ്യം, സ്പേസിന്റെ സംരംഭമായ എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ സ്ഥാപിക്കുന്നത് എവിടെ? ഉത്തരം തുമ്പ.
തുമ്പയിലാണ് കെ സ്പേസിന്റെ സംരംഭമായ എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, RRTS റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതി ഏത് രണ്ട് കേരള നഗരങ്ങളെ ബന്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം തിരുവനന്തപുരം, കാസർഗോഡ്. RRTS പദ്ധതി ഏത് രണ്ട് കേരള നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഉത്തരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ICC Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ജേതാക്കൾ ആരാണ്? ഉത്തരം ഇന്ത്യ. ICC Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ജേതാക്കൾ ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ 2026 ഉദ്ഘാടനം ചെയ്തത് ഏത് നഗരത്തിലാണ്? ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ 2026 നടന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ ആര്? ഉത്തരം അഡ്വക്കേറ്റ് MK സക്കീർ. അഡ്വക്കേറ്റ് MK സക്കീറിനെയാണ് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, 2026 WPL ജേതാക്കൾ ആരാണ്? ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 2026 WPL ജേതാക്കൾ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ അഥവാ വാണിജ്യ ബഹിരാകാശ നിലയം ഏത്? ഹേവൻ 1. ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ അഥവാ വാണിജ്യ ബഹിരാകാശ നിലയം ഹേവൻ 1. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയിലെ നിയമസഹായ അതോറിറ്റിയിൽ അംഗമായ മലയാളി ആര്? ഉത്തരം ലിസ് മാത്യു. ലിസ് മാത്യു ആണ് സുപ്രീം കോടതിയിലെ നിയമസഹായ അതോറിറ്റിയിൽ അംഗമായ മലയാളി. അടുത്ത ചോദ്യം, പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് വാർഷികം 10,000 രൂപ ധനസഹായം നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതി ഏത്? ഉത്തരം വിഷൻ പദ്ധതി. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് വാർഷികം 10,000 രൂപ ധനസഹായം നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതി ഏത്? ഉത്തരം വിഷൻ പദ്ധതി. ആന്റി ഡ്രോൺ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യൻ തുറമുഖം ഏത്? ഉത്തരം VOC ചിദംബരനാർ തുറമുഖം. ആന്റി ഡ്രോൺ സുരക്ഷാ സംവിധാനം നടപ്പാക്കിയ ഇന്ത്യൻ തുറമുഖം ഏത്? VOC ചിദംബരനാർ തുറമുഖം. കാൽനട യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ആപ്പ്? ഉത്തരം രാജ്മാർഗ് യാത്ര. കാൽനട യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ആപ്പ് ഏത്? ഉത്തരം രാജ്മാർഗ് യാത്ര. കേരളത്തിന് ശേഷം ബേർഡ് അറ്റ്ലസ് അടുത്തിടെ പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. ഗോവയാണ് കേരളത്തിന് ശേഷം ബേർഡ് അറ്റ്ലസ് അടുത്തിടെ പുറത്തിറക്കിയ സംസ്ഥാനം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഉത്തരം ജീവനം. സംസ്ഥാനത്തെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജീവനം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പച്ചമുളക് ചെടി എന്ന റെക്കോർഡ് ലഭിച്ചത് എവിടെ വളരുന്ന ചെടിക്കാണ്? ഉത്തരം മല്ലപ്പള്ളി. മല്ലപ്പള്ളിയിൽ വളരുന്ന പച്ചമുളക് ചെടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പച്ചമുളക് ചെടി എന്ന റെക്കോർഡ് നേടിയത്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2026 ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ആനന്ദ്. ആനന്ദിനാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2026 ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച വിദഗ്ധ സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ ആര്?
ബലരാമൻ രവീന്ദ്രൻ. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച വിദഗ്ധ സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ. ഉത്തരം ബലരാമൻ രവീന്ദ്രൻ. കുട്ടികളുടെ ആരോഗ്യം, ചികിത്സ തുടങ്ങിയവയിലെ സംശയം തീർക്കാനും പദ്ധതികളെക്കുറിച്ച് അറിയാനും വിളിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏത്? ഉത്തരം 104. കുട്ടികളുടെ ആരോഗ്യം, ചികിത്സ തുടങ്ങിയവയിലെ സംശയം തീർക്കാനും പദ്ധതികളെക്കുറിച്ച് അറിയാനും വിളിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 104. 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ഉത്തരം സർവീസസ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം? ഉത്തരം ചബഹാർ. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ചബഹാർ. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ? ഉത്തരം അഗ്നി 3. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ? ഉത്തരം അഗ്നി 3. രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച സൈബർ ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച സൈബർ ഓപ്പറേഷൻ ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. അടുത്ത ചോദ്യം, 2026 നടത്തുന്ന 3ാമത് ലോക പ്രതിരോധ പ്രദർശനത്തിന്റെ വേദി? ഉത്തരം റിയാദ്. റിയാദിലാണ് 2026 നടത്തുന്ന 3ാമത് ലോക പ്രതിരോധ പ്രദർശനത്തിന്റെ വേദി. അടുത്ത ചോദ്യം, ഫോർബ്സ് റിപ്പോർട്ട് 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളിൽ 1ാം സ്ഥാനത്ത് ഉള്ളത്? ഉത്തരം ഉർസുല വോൺ ഡർ ലയൻ. അടുത്ത ചോദ്യം, അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചിത്രങ്ങൾ ബഹിരാകാശത്ത് വെച്ച് പകർത്തിയ ആദ്യത്തെ ഇന്ത്യൻ സ്വകാര്യ കമ്പനി? അസിസ്റ്റ BST എയ്റോസ്പേസ്. ചന്ദ്രയാൻ 4 ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങുന്നത് എവിടെ? ഉത്തരം മോൺസ് മൗണ്ടൻ. ചന്ദ്രയാൻ 4 ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങുന്നത് എവിടെ? മോൺസ് മൗണ്ടൻ. പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ്? അന്റോണിയോ ജോസ് സെഗൂറോ. അന്റോണിയോ ജോസ് സെഗൂറോയാണ് പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്. കേരളത്തിൽ ആദ്യമായി കാഴ്ച വൈകല്യമുള്ള വനിതാ ജഡ്ജിയാകാൻ പോകുന്നത് വ്യക്തി? താന്യ നാഥൻ സി. കേരളത്തിൽ ആദ്യമായി കാഴ്ച വൈകല്യമുള്ള വനിതാ ജഡ്ജിയാകാൻ പോകുന്ന വ്യക്തിയാണ് താന്യ നാഥൻ സി. 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല? ആൾവാർ. 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ആൾവാർ. അടുത്ത ചോദ്യം, സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അപകട ഇൻഷുറൻസ് പദ്ധതി ഏത്? ഉത്തരം രക്ഷാ കവചം. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് രക്ഷാ കവചം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയ ആദ്യത്തെ ജില്ല? ഉത്തരം ആലപ്പുഴ. 2025 സ്വച്ഛതാ പക്വാദ പുരസ്കാരങ്ങളിൽ 1ാമതെത്തിയ തുറമുഖം? ഉത്തരം പാരാദീപ് പോർട്ട്. 2025 സ്വച്ഛതാ പക്വാദ പുരസ്കാരങ്ങളിൽ 1ാമതെത്തിയ തുറമുഖം? ഉത്തരം പാരാദീപ് പോർട്ട്. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി? ഉത്തരം സുനേത്ര പവാർ. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി? ഉത്തരം സുനേത്ര പവാർ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ ഏത്? INS വിക്രാന്ത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്നത്.
അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി ഫൈബർ ഗ്ലാസ് സൗര തൂക്കുവേലി പ്രവർത്തന സജ്ജമാകുന്നത് എവിടെ? ഉത്തരം കനോലി ഇക്കോ ടൂറിസം കേന്ദ്രം. രാജ്യത്താദ്യമായി ഫൈബർ ഗ്ലാസ് സൗര തൂക്കുവേലി പ്രവർത്തന സജ്ജമാക്കുന്നത് കനോലി ഇക്കോ ടൂറിസം കേന്ദ്രം. ഇത്രയുമാണ് ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും പുതിയ പ്രധാന കറണ്ട് അഫയേഴ്സുകൾ. ഫെബ്രുവരി മാസത്തിലെ ബാക്കി കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.